റായ്പൂരിൽ ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിലെ 37-ാം ഓവർ. ബാറ്റിംഗ് എൻഡിൽ തീപ്പൊരി ബാറ്റർ ഡെവാൾഡ് ബ്രേവിസ്. കളി എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന സാഹചര്യം. ഇന്ത്യൻ ക്യാപ്റ്റൻ KL രാഹുൽ പ്രസിദ്ധ് കൃഷ്ണയെ പന്തെറിയാൻ വിളിച്ചു. പ്രസിദ്ധ് എറിഞ്ഞ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തി പ്രോട്ടീസ് യുവതാരം നയം വ്യക്തമാക്കി. തൊട്ടടുത്ത പന്തിൽ വൈഡും നോബോളും. ആദ്യ 2 ലീഗൽ ഡെലിവറിക്ക് ശേഷം ദക്ഷിണാഫ്രിക്ക സ്കോർ ബോർഡിൽ ചേർത്തത് 10 റൺസ്. കോൺഫിഡൻസ് നഷ്ടമായവൻ്റെ ശരീരഭാഷയിലായിരുന്നു ഈ സമയം പ്രസിദ്ധ്. മറ്റൊരു ബൗണ്ടറി കൂടി നേടി പ്രോട്ടീസ് ആ ഓവറിൽ ആകെ അടിച്ചെടുത്തത് 16 റൺസ്. ഇന്ത്യയിൽ നിന്ന് മത്സരം അകന്നുപോകുന്നതിൻ്റെ സൂചന കൂടിയായിരുന്നു ആ ഓവർ. പ്രസിദ്ധിൻ്റെ മോശം ബോളിംഗ് പെർഫോമൻസിൽ തൻ്റെ ദേഷ്യം പരസ്യമായി പ്രകടിപ്പിച്ച രോഹിത് ശർമ്മയുടെ ദൃശ്യങ്ങൾ ഈ സമയം ടെലിവിഷൻ സ്ക്രീനിൽ കാണാമായിരുന്നു. ഒരുപക്ഷെ റായ്പൂർ ഏകദിനം കണ്ടിരുന്ന ഏതൊരു ഇന്ത്യൻ ആരാധകനും തോന്നിയ വികാരമായിരുന്നു രോഹിതിൻ്റെ മുഖത്ത് കണ്ടത്. 358 റൺസ് എന്ന കൂറ്റൻ സ്കോർ മുൻനിർത്തി പന്തെറിയുമ്പോൾ ഇന്ത്യൻ ബോളർമാർക്ക് അത് നൽകുന്നത് വലിയ കോൺഫിഡൻസ് ആയിരുന്നു. എന്നാൽ പ്രോട്ടീസ് ബാറ്റർമാർക്ക് മുന്നിൽ നനഞ്ഞ പടക്കമായി ഇന്ത്യൻ ബോളർമാർ മാറി. ഇതോടൊപ്പം ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ കൂടിയായതോടെ പതനം സമ്പൂർണ്ണമായി. 8.2 ഓവറിൽ 85 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. ഇക്കോണമി 10.20. റായ്പൂർ ഏകദിനത്തിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ ബോളിംഗ് ഫിഗർ ഇങ്ങനെയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും റൺ റേറ്റ് പിടിച്ചു നിർത്തുന്ന പ്രകടനം പുറത്തെടുക്കാൻ താരത്തിനായില്ല. ഇനി റാഞ്ചി ഏകദിനത്തിൻ്റെ കാര്യമെടുത്താലും സ്ഥിതി വ്യത്യസ്തമില്ല. 7.2 ഓവറിൽ കൺസീഡ് ചെയ്തത് 48 റൺസ്, 1 വിക്കറ്റ്. ഇക്കോണമി റേറ്റ് 6-ന് മുകളിൽ. ആദ്യ ഏകദിനം ഇന്ത്യ വിജയിച്ചെങ്കിലും പേസ് ബോളർമാരുടെ പ്രകടനം വിമർശനത്തിനിടയാക്കിയിരുന്നു. പ്രസിദ്ധിനു പുറമെ അർഷദീപ് സിംഗും ഹർഷിത് റാണയും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിച്ചതുമില്ല. റായ്പൂർ ഏകദിനത്തിലെ കാര്യം മാത്രമല്ലിത്. സമീപകാലത്ത് കളിച്ച ടെസ്റ്റ് മത്സരത്തിലും പ്രസിദ്ധിൻ്റെ എക്കോണമി ഒട്ടും മികച്ചതല്ല. റെഡ് ബോൾ ക്രിക്കറ്റിലെ മോശം എക്കോണമി റേറ്റ് എന്ന റെക്കോർഡും താരത്തിൻ്റെ പേരിലാണ്. മിനിമം 500 പന്തുകൾ എറിഞ്ഞതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പേസറുടെ എക്കോണമി 5.2.6 ആണെന്ന് കാണാം. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബോൾ കൺട്രോളിലും സ്ഥിരത നിലനിർത്തുന്നതിലുമെല്ലാം പ്രസിദ്ധിന് തെറ്റി. ഹെഡിംഗ്ലി ടെസ്റ്റിൽ 15 ഓവർ എറിഞ്ഞ പ്രസിദ്ധ് അന്ന് കൺസീഡ് ചെയ്തത് 92 റൺസായിരുന്നു. തോൽവിക്ക് കാരണമായതും 29-കാരൻ പേസറുടെ മോശം പ്രകടനം. ഇതിനു പിന്നാലെ ഏകദിനത്തിലും ഫോം നഷ്ടമായതോടെ രാജ്യാന്തര ക്രിക്കറ്റിലെ കരിയർ കൂടിയാണ് ചോദ്യചിഹ്നമായത്. അതേസമയം ഈ 2 ഏകദിനവും ഹൈ സ്കോറിംഗ് മത്സരമാണെന്ന കാര്യം മറക്കുന്നില്ല. ഇന്ത്യൻ പേസർമാർ റൺസ് കൺസീഡ് ചെയ്യുമ്പോൾ സമാനമായി മറുഭാഗത്ത് മാർക്കോ യാൻസനും നയൻത്ര ബർഗറും കോർബിൻ ബോഷുമെല്ലാം അടി വാങ്ങിക്കൂട്ടിയിരുന്നു. റാഞ്ചി ഏകദിനത്തിൽ 10 ഓവറിൽ 76 റൺസാണ് ജാൻസൺ കൺസീഡ് ചെയ്തത്. റായ്പൂരിലും എക്കോണമി 6-ന് മുകളിലായിരുന്നു. ബൗളർമാരെ മാത്രം വിമർശിക്കുന്നതിൽ കാര്യമില്ലെന്നും ലാസ്റ്റ് ഓവറുകളിൽ ഇന്ത്യയുടെ സ്കോറിംഗ് വലിയ തോതിൽ ഉയരുന്നില്ലെന്ന വിമർശനവും ശക്തമായിരുന്നു. പേസ് ബോളിംഗിൽ ഗൗതം ഗംഭീർ നടത്തിവരുന്ന പരീക്ഷണം വലിയ വിമർശനത്തിനാണ് ഇടയാക്കുന്നത്. ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ മുഹമ്മദ് സിറാജിനെയും ജസ്പ്രീത് ബുംറയെയും ഏകദിന ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല. ഇരുവരെയും ഒറ്റയടിക്ക് മാറ്റിയത് ഇന്ത്യൻ ബോളിംഗിൻ്റെ ബാലൻസ് ഇല്ലാതാക്കിയെന്നാണ് 2 ഏകദിനങ്ങളും വ്യക്തമാക്കുന്നത്. ബുംറ വിശ്രമത്തിനായി മടങ്ങിയപ്പോൾ ഹൈദരാബാദിനായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കളിക്കാനാണ് സിറാജ് പോയത്. ഹർഷിത് റാണയെ 3 ഫോർമാറ്റിലേക്കും പരിഗണിക്കുമ്പോൾ സിറാജിനെ ടെസ്റ്റിലേക്ക് മാത്രം സെലക്ട് ചെയ്ത് പരിമിതപ്പെടുത്തുന്നതും വ്യാപക വിമർശനത്തിനാണ് ഇടയാക്കിയത്. എന്തുകൊണ്ട് സിറാജിനെ ഒരു ഫോർമാറ്റിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു? ഇക്കാര്യം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അബ്സല്യൂട്ട്ലി നോ സെൻസ്. മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്രയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 47 ഏകദിനങ്ങളിൽ നിന്ന് 73 വിക്കറ്റുകളാണ് സിറാജ് ഇതുവരെ സ്വന്തമാക്കിയത്. ബോളിംഗ് ആവറേജ് 24.67, എക്കോണമി റേറ്റ് ജസ്റ്റ് 5-ന് മുകളിൽ. 2 വർഷം വൺഡേ ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിക്കറ്റ് ടേക്കറും സിറാജ് ആയിരുന്നു. സമീപകാലത്ത് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ മറ്റൊരു പേര് മുഹമ്മദ് ഷമിയുടേതാണ്. ഹർഷിത് റാണയും പ്രസിദ്ധ് കൃഷ്ണയും ഏകദിനത്തിൽ നിരാശപ്പെടുത്തുമ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തകർപ്പൻ പ്രകടനമാണ് ഷമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോയ ദിവസം സർവീസസിനെതിരായ മത്സരത്തിൽ ബംഗാളിനായി 13 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് ഷമി സ്വന്തമാക്കിയത്. ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തതാണ് താരത്തെ മാറ്റി നിർത്താൻ കാരണമെന്ന് അഗർക്കർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ താരം തൻ്റെ പ്രതിഭയെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്തിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് 10 കോടിക്ക് ഷമിയെ ലക്നൗ സൂപ്പർ ജയൻസ് കൂടാരത്തിലെത്തിച്ചതും താരത്തിൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം വിലയിരുത്തിയായിരുന്നു. ഈ വർഷം തുടക്കത്തിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഷമി അവസാനമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. തുടർന്ന് ഫിറ്റ്നസ് നിലനിർത്താനാകാതെ പോയതോടെ ടീമിൽ നിന്ന് മാറ്റി നിർത്തി. IPL-ൽ സൺറൈസേഴ്സിനായി കളത്തിലിറങ്ങിയാലും കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുമായിരുന്നില്ല. എന്നാൽ രഞ്ജി ട്രോഫിയിൽ തകർപ്പൻ ഫോമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ഷമിക്ക് മുന്നിൽ ദേശീയ ടീമിലേക്കുള്ള വാതിലുകൾ അടഞ്ഞുകിടന്നു. ഷമിയെ നിരന്തരം മാറ്റി നിർത്തുന്നതിനെതിരെ പരസ്യ പ്രതികരണവുമായി പോയ ദിവസം മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് രംഗത്തെത്തിയിരുന്നു. മുഹമ്മദ് ഷമി എവിടെ? എന്തുകൊണ്ടാണ് അയാളെ കളിപ്പിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രസിദ്ധ് കൃഷ്ണ ടീമിലുണ്ടെങ്കിലും അവൻ ഇനിയും ഏറെ മെച്ചപ്പെടാനുണ്ട്. ബുംറയുള്ളപ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് നിരക്ക് മൂർച്ചയുണ്ടാകും. ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ് നിരാശപ്പെടുത്തുന്നു. ബുംറ ഇല്ലാതെയും മത്സരങ്ങൾ ജയിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബാജി തൻ്റെ യൂട്യൂബ് വീഡിയോയിൽ വിമർശിച്ചു. മികച്ച ബോളർമാരുണ്ടായിട്ടും അവരെയെല്ലാം ടീം മാനേജ്മെൻറ്റ് മാറ്റി നിർത്തുകയാണെന്നും ഹർഭജൻ തുറന്നടിച്ചു. ബുംറ, ഷമി, സിറാജ് ഇന്ത്യയെ പോയ പതിറ്റാണ്ടിൽ അതിശക്തരാക്കിയത് ഈ പേസ് പടയായിരുന്നു. ഇന്ത്യക്ക് ഒരു കാലത്തും ഇല്ലാത്ത വിധമുള്ള ശക്തമായ പേസ് നിര ഇന്ത്യയെ
ടെസ്റ്റിലും ഏകദിനത്തിലും അതിശക്തരാക്കി മാറ്റി. എന്നാൽ ഇവർക്കപ്പുറം ആര് എന്ന വലിയ ചോദ്യം ബാക്കിയുണ്ട്. പുതിയൊരു യുവനിര ഇനിയും ഉയർന്നു വന്നിട്ടില്ല. IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും മുഖം കാണിച്ച ബോളർമാർ എവിടെയാണ്? വരും പരമ്പരകൾ അതിനുള്ള ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം.